ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രേവതിയുടെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. അങ്ങനെ കൊടുത്തതിനൊക്കെ ശേഷം അതിന് പകരം കുറച്ച് മുക്കുപണ്ടം വാങ്ങിയിട്ടാണ് കേട്ടോ അലമാരിയിൽ കൊണ്ടുവയ്ക്കുന്നത്. അതേസമയം അത് രേവതിക്ക് സച്ചിക്കും എടുത്ത് കൊടുക്കുകയും അവരത് കൊണ്ടുപോവുകയും അങ്ങനെ അത് മുക്കുപണ്ടാന്ന് അറിഞ്ഞൊക്കെ കഴിയുമ്പോൾ സത്യം മനസ്സിലാകുകയാണ്. സച്ചിക്ക് ഇത് ഈ സ്വർണം മുക്കുപണ്ടം എടുത്തു കൊടുത്തത് നമ്മുടെ ചന്ദ്ര തന്നെയാണെന്നും സ്വർണം ശ്രുതിക്ക് നേരത്തെ തന്നെ കൊടുത്തെന്നും ഒക്കെ ഉള്ള വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ രവി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രയുടെ നേരെ. ഇനി ഇതുപോലൊരു ദുഷ്ടപിശാച് എൻ്റെ ഭാര്യയായിട്ട് വേണ്ടാന്ന് തന്നെ പറയുകയാണ് കേട്ടോ രവി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതിക്ക് കൊണ്ടു കൊടുക്കുകയാണ് ആ സ്വർണം ചന്ദ്ര. ശ്രുതി മാറിയിട്ട് ബ്ലൗസ് പീസിൻ്റെ കവറൊക്കെ ആയിട്ട് പോയിരിക്കുക. അപ്പോൾ ചന്ദ്ര നോക്കുമ്പോൾ അയ്യോ ബ്ലൗസ് പീസാണ്. അങ്ങനെയാണ് ഇത് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ശ്രുതിയെ വിളിച്ച് അത് അവിടെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്വർണം വിൽക്കുകയാണ് ശ്രുതി. വിറ്റ് കഴിയുമ്പോൾ ശ്രുതി ചന്ദ്രയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും രേവതി ഇത് ചോദിക്കുമോ വാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയേ അവളെങ്കിലും ചോദിക്കുകയല്ല, അത് അലമാരിയിൽ ഇരിക്കുകയുള്ളൂ, അവൾ എവിടെ പോയിട്ട് ചോദിക്കാൻ, ഇനി വല്ല കല്യാണോ അങ്ങനെ വല്ലതും വരുമ്പോൾ ചോദിച്ചാലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം എനിക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ ഞാനത് തിരിച്ച് വാങ്ങി തരാമേ എന്ന് പറയുക. അപ്പോഴും നമ്മുടെ ദുഷ്ടചന്ദ്ര പറയട്ടോ, എടാ നീ ഇനി അത് വാങ്ങാനൊന്നും നിൽക്കണ്ട, നിനക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ നീ അത് ബിസിനസ്സിൽ ചിലവാക്കിക്കോ. പിന്നെ രേവതിയുടെ സ്വർണം അത് അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ലല്ലോ, ഇവിടെ അച്ഛമ്മയും അതുപോലെ അച്ഛനും ഒക്കെ അവൾക്ക് കൊടുത്ത സ്വർണ്ണമല്ലേ, അതിനിയിപ്പം അവൾ വല്ലയിടത്തും ഇതുപോലൊരു കല്യാണത്തിന് പോകുമ്പോൾ വല്ല ഇടാൻ ചോദിക്കും. അപ്പം ഈ സ്വർണ്ണമൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇതുപോലെ നമുക്കൊരു കുറച്ച് മുക്കുപണ്ടം വാങ്ങി ഇപ്പം തന്നെ കൊണ്ട് അലമാരി വയ്ക്കാം, അതവിടെ ഇരിക്കട്ടെ, അത് മതി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ശ്രുതിക്കും അതങ്ങ് ഇഷ്ടപ്പെടുക. ശ്രുതി പറയുക, ഓ അമ്മയുടെ ഐഡിയ കൊള്ളാം, ഏതായാലും അങ്ങനെ മതി, നമുക്ക് ഇപ്പം തന്നെ കുറച്ച് മുക്കുപണ്ടം വാങ്ങിയിട്ട് കൊണ്ടുപോയി വയ്ക്കാമെന്ന് പറയാം. അങ്ങനെ കുറച്ച് മുക്കുപണ്ടമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനപ്പെട്ട് വന്ന് അലമാരിയിൽ ആ മുക്കുപണ്ടം വെച്ച് കഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് സമാധാനമാവുക. കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ച് സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചാലും ഈ മുക്കുപണ്ടം എടുത്ത് കാണിക്കാമല്ലോ. അതുപോലെ തന്നെ രേവതിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന് അബദ്ധത്തിന് സ്വർണ്ണം ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിൽ ചന്ദ്ര ഇങ്ങനെ പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ റൂം പണിയുന്ന പ്രശ്നം അങ്ങോട്ട് മൂക്കുമ്പം രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കി നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കുക എവിടെ ഇരിക്കുന്നു നമ്മുടെ ഈ പണം അതിന്. അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു വണ്ടി കൂടി വാങ്ങാം, അങ്ങനെയാണെങ്കിൽ ആ വണ്ടി ഓടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പൈസ കൂടി നമുക്ക് കിട്ടുകയല്ലേ, അപ്പം നമുക്ക് കുറച്ചുകൂടി പണം ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി ഇതിൻ്റെ EMI അടയ്ക്കാൻ തന്നെ നീ ഇപ്പോൾ പാടുപെടുക, ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി കൂടി വാങ്ങിയാൽ എങ്ങനെ നമ്മൾ EMI അടയ്ക്കും, എങ്ങനെ ഒരു വണ്ടി വാങ്ങുമെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അത് സച്ചിയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എൻ്റെ കുറച്ച് സ്വർണം അമ്മയുടെ അലമാരിയിൽ ഇരിപ്പില്ലേ, അച്ഛമ്മ തന്നതും അച്ഛൻ തന്നതും ഒക്കെ ആയിട്ട്, ഏതായാലും ഞാൻ അതൊന്നും ഇടുന്നില്ല, അത് ഉപയോഗിക്കുന്നുമില്ല, ഇതുപോലൊരു നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് അതങ്ങ് എടുത്ത് വിറ്റാലോ, അത് വിറ്റിട്ട് നമുക്ക് വണ്ടി വാങ്ങാം എന്ന് പറയുമ്പോൾ സച്ചി പറയാം, ഏയ് അതൊന്നും എടുക്കണ്ട, അത് അച്ഛമ്മയും അച്ഛനും ഒക്കെ തന്നതല്ലേ, അത് തന്നെയല്ല അതിനി അമ്മയോട് ചെന്ന് ചോദിച്ചാൽ അത് പിന്നെ അതിനും വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ രേവതി പറയാം, ഇതൊരു ആവശ്യത്തിന് വേണ്ടിയല്ലേ സച്ചിയേട്ടാ, നമുക്കത് ചോദിക്കാം, അച്ഛമ്മ സന്തോഷത്തോടു കൂടി തന്നതല്ലേ, ഏതായാലും ഞാനതിട്ട് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ അത് അവിടെ ഇരിക്കുന്നത്, നമുക്ക് ബിസിനസ് തുടങ്ങി പണം ഉണ്ടായി കഴിയുമ്പം നമുക്ക് വീണ്ടും വാങ്ങി അതുപോലെ തന്നെ വയ്ക്കാമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ സച്ചി ആലോചിച്ച് നോക്കിയിട്ട് പറയാം, ശരിയാ നല്ലൊരു ഐഡിയ, ഇപ്പാണെ വെറുതെ അമ്മയുടെ അലമാരിയിൽ അമ്മ അത് പിടിച്ചു വെച്ചിരിക്കുക, ഒരിക്കലും അത് നിൻ്റെ കയ്യിൽ തരികയില്ല, അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു ആവശ്യം പറഞ്ഞു തന്നെ നമുക്കത് വാങ്ങിക്കാമെന്ന് പറയാം. അങ്ങനെ സച്ചി എന്നിട്ട് രവിയോട് പറയാം, അച്ഛാ രേവതിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറയാം. എന്താ മോനെ എന്താണെന്ന് ചോദിക്കുക. അല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് ഓടുന്നുമുണ്ട്, ഒരു വണ്ടി കൂടി വാങ്ങിച്ചാൽ റെൻറ്റിന് കൊടുത്താൽ നല്ല പണം കിട്ടും, അപ്പോൾ പിന്നെ റൂം പണിയാനും അങ്ങനെ നമുക്ക് കുറച്ചുകൂടി പണം ആവുമല്ലോ, അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രവി ചോദിക്കുക, അതിന് നിങ്ങളുടെ ഈ പണം ഉണ്ടോ, പുതിയൊരു വണ്ടി കൂടി എടുക്കണമെങ്കിൽ പണം വേണ്ടേ, ഇതൊക്കെ ലോണായിട്ട് എടുത്താലും അടയ്ക്കാനും പണം വേണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് ഒരു ഐഡിയ ഉണ്ട് അച്ഛാ, അമ്മയോട് അച്ഛൻ സംസാരിക്കണം എന്ന് പറയാം. അപ്പോൾ എന്താ ചന്ദ്രയോട് പണം ചോദിക്കാനാണോ, നല്ല കഥയായി, ചന്ദ്ര തരികയും ചെയ്യും എന്ന് പറയണം. അതല്ലച്ചാ രേവതിയുടെ കുറച്ച് സ്വർണം അമ്മയുടെ അലമാരി ഇരിപ്പില്ലേ, അന്ന് രേവതി വിവാഹം കഴിഞ്ഞ് വന്നപ്പം അച്ഛമ്മയും അച്ഛനും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത കുറച്ച് സ്വർണം
ആ അത് വിറ്റ തൽക്കാലം കുറച്ച് പണമാവുമല്ലോ, അത് കൊടുത്ത് വണ്ടി വാങ്ങാനുള്ള പരിപാടിയാണ് രേവതി പറയുന്നത്. പിന്നെ വണ്ടി വാങ്ങി കൂടുതൽ ലാഭം കിട്ടുമ്പം സ്വർണം തിരിച്ചു വാങ്ങിച്ചു വെക്കാമല്ലോ എന്നാ രേവതിയുടെ അഭിപ്രായം. ഇപ്പം അത് വെറുതെ അലമാരിയിൽ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അത് നേരാണല്ലോ, നല്ല ഒരു ഐഡിയ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. രേവതിയാണെങ്കിൽ ആ സ്വർണ്ണം ഒന്ന് വാങ്ങി ഇടുന്നു പോലുമില്ല. ചന്ദ്രയാണെങ്കിൽ അതെല്ലാം അവളുടെ അലമാരിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. അവളോട് ചോദിച്ച് രേവതി മോക്ക് വാങ്ങാമല്ലോ, അതിനിപ്പോൾ എന്താ, മോളുടെ സ്വർണ്ണമല്ലേ. അപ്പോൾ രേവതി പറയാം, അയ്യോ അച്ഛാ, ഞാൻ ചോദിച്ചാൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറയും, അത് തരാൻ കൂട്ടാക്കില്ല, എന്നെ അമ്മയ്ക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് അച്ഛൻ തന്നെ ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കി ആ സ്വർണ്ണം ഒന്ന് എടുത്തു തരണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതിനെന്താ, മോളുടെ സ്വർണ്ണമല്ലേ, അതിപ്പം അവളുടെ അലമാരി വച്ചെന്നല്ലേ ഉള്ളൂ, ഞാൻ ചോദിച്ച് വാങ്ങിത്തരാലോ എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തേക്ക് രവി പോയിട്ട് ചോദിക്കുക, ചന്ദ്രേ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, രേവതി മോളുടെ കുറച്ച് സ്വർണം അലമാരിയിൽ ഇരിപ്പില്ലേ. അപ്പോഴേ ചന്ദ്രയ്ക്കൊന്ന് ഞെട്ടൽ വരികയാണ് കേട്ടോ. കാരണം ആ സ്വർണ്ണമെല്ലാം എടുത്ത് വിറ്റ് സുതിക്ക് കൊടുത്തിട്ട് മുക്കുകൊണ്ടല്ലേ വാങ്ങി വെച്ചിരിക്കുന്നത്. എന്നിട്ടും ചന്ദ്രയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയാ, ഉണ്ട്, എന്താ ഇപ്പം അതിനെക്കുറിച്ച് അവൾ ചോദിച്ചോ, അവൾക്കെന്താ ഇപ്പം സ്വർണ്ണത്തിന് ആവശ്യം, അവൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇട്ടുകൊണ്ട് പോകാൻ, വല്ലോ കല്യാണത്തിനോ എവിടെയെങ്കിലും പോകണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ കൊടുക്കാം എന്ന് പറയണം. അപ്പോൾ രവി പറയുന്നുണ്ട്, എടി കല്യാണത്തിന് പോകാനൊന്നും അല്ല, അങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊന്നും രേവതി മോൾ പോകാറില്ലല്ലോ, ഇതുവരെ ആ സ്വർണം നിൻ്റെ അലമാരിയിൽ നിന്ന് അവൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ഒരു ഇതായി. ചന്ദ്ര പറയണേ, എന്നാൽ പിന്നെ അവൾക്ക് ചോദിച്ചാൽ പോരെ, നിങ്ങളെ വിട്ട് ചോദിപ്പിക്കുന്നത് എന്താ, അവൾക്കെന്താ എന്നോട് ചോദിച്ചാലോ കുഴപ്പം. അപ്പോൾ പറയാം, അല്ല അവൾക്കൊരു പേടി നിന്നോട് ചോദിക്കാൻ, നീ കൊടുത്തില്ലെങ്കിലോ എന്ന്. ആഹാ, അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനാണല്ലേ, അപ്പോൾ ആ സ്വർണ്ണം എടുത്തിട്ട് അവർക്ക് എന്ത് കാണിക്കാനാണ് ഇപ്പം, അനാവശ്യമായിട്ട് കളയാനൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് ചന്ദ്ര പറയാം. അപ്പോഴേക്ക് രവി റെഡി, അനാവശ്യമായിട്ട് കളയാനല്ല, അവർക്കൊരു വണ്ടി കൂടി വാങ്ങാനാ, അങ്ങനെയാണെങ്കിൽ കുറച്ച് പണം കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് റൂം കിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് പണത്തിന് ആവശ്യം കൂടി വരികയല്ലേ. അപ്പം ഈ സ്വർണ്ണം വെറുതെ അലമാരിയിൽ ഇരിക്കുകയല്ലേ, ഇപ്പോഴാണെങ്കിൽ സ്വർണ്ണത്തിന് നല്ല വിലയുണ്ടല്ലോ, അവരത് കൊടുത്തിട്ട് വണ്ടി വാങ്ങുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നീ അതങ്ങ് കൊടുത്തേക്ക്. ആഹാ, അങ്ങനെ ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ, അവള് പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണെന്ന്. ഇത് ഇവിടെ വന്നപ്പം നിങ്ങളുടെ അമ്മയും നിങ്ങളും എല്ലാവരും കൂടി അവൾക്ക് സമ്മാനം അഴുത്ത് കൊടുത്ത സ്വർണ്ണമല്ലേ, അവൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കാം, അതില്ലാത്തപ്പോഴേ ഇതെൻ്റെ അലമാരിയിൽ തന്നെ ഇരിക്കും, ഞാൻ കൊടുക്കില്ലെന്ന് പറയാം. അപ്പോൾ രവിക്ക് അങ്ങ് ദേഷ്യം വരെ. രവി പറയാം, ചന്ദ്രേ വീണ്ടും വേണ്ടാതീനൊന്നും പറയരുത്, അമ്മയും ഞാനും അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമാണ്, അത് അവൾക്ക് കൊടുത്തത് തന്നെയാണ്, അല്ലാതെ നിൻ്റെ അലമാരി പൂഴ്ത്തി വെക്കാനുള്ളതല്ല. ഇനി രേവതി മോള് വീട്ടിൽ ഇതൊന്നും കൊണ്ടുവന്നില്ല എന്നുള്ള കണക്ക് പറയാനായിട്ട് ഇവിടെ നിൽക്കരുത്, സാഹചര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ, എന്നിട്ടും ഇനി അങ്ങനത്തെയുള്ള വർത്തമാനമൊന്നും ഇവിടെ പറയണ്ട, അവളുടെ സ്വർണ്ണം അവൾക്ക് അങ്ങ് കൊടുത്തേ, അവർ പോയി അവരുടെ കാര്യം കാണട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര വീണ്ടും തടസ്സം നിൽക്കുക. ചന്ദ്ര പറയും, അങ്ങനെയൊന്നും ഞാൻ കൊടുക്കില്ല, ഇപ്പം അങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കാൻ പറ്റില്ലത്, അതെൻ്റെ അലമാരയിൽ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സാച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് വരിക. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുക, എന്താ രേവതിയുടെ സ്വർണം കൊടുക്കില്ലെന്നാണോ പറയുന്നത്, അതെന്താ അമ്മേ രേവതിയുടെ സ്വർണം കൊടുക്കാത്തത്, എന്നിട്ട് അമ്മയുടെ 2 മരുമക്കളുണ്ടല്ലോ, അവരുടെ 2 പേരുടെയും സ്വർണം അമ്മ വാങ്ങി വെച്ചിട്ടുണ്ടോ, ആ മലേഷ്യക്കാരിയുടെയും അതുപോലെ തന്നെ വർഷയുടെയും സ്വർണം ഇല്ലല്ലോ, അപ്പോൾ അവരൊക്കെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളായതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ സ്വർണം ഉപയോഗിക്കാം, രേവതിക്ക് മാത്രം അവളുടെ സ്വർണം ഉപയോഗിക്കാൻ മേലല്ലേ, അത് നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുകയല്ലേ, അതെന്തിനാ. അപ്പോൾ പറയുക ചന്ദ്ര, എടാ നീ കൂടുതൽ ഇളകാതെ, അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ണ് നിറച്ച് സ്വർണം ആയിട്ടാണ് വന്നത്, നിൻ്റെ ഭാര്യ എന്നെ കൊണ്ടുവന്നത് ഇത് ഇവിടെ വന്നപ്പം നിൻ്റെ അച്ഛമ്മയും അച്ഛനും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമാണ്, അതങ്ങനെ അവൾ കൊണ്ടുപോയി നശിപ്പിച്ച് കളയാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഓഹോ, അതുകൊണ്ടാണോ ഇപ്പോൾ അത് പിടിച്ചു വച്ചിരിക്കുന്നത്, അവൾ കൊണ്ടുപോയി നശിപ്പിക്കാനൊന്നും അല്ല, ഇതെനിക്കൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു വണ്ടി കൂടി എടുക്കണം ഞങ്ങൾക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ പണം ചോദിച്ചത്, ആവശ്യത്തിനല്ലേ, അതിങ്ങോട്ട് താ, പിന്നെ ലാഭം കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര തീർത്ത് സമ്മതിക്കുന്നത്. ചന്ദ്ര പറയും, ഇല്ല ഞാൻ തരില്ല, അങ്ങനെ കൊണ്ടുപോയി നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാൻ 1 രൂപ ഞാൻ തരില്ലെന്ന് പറയാം. അപ്പോൾ സച്ചി പറയാ, നിങ്ങളോട് ഞാൻ മര്യാദയുടെ ഭാഷ പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് മുട ഇറക്കിക്കരുത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനം ഇവിടെ എടുത്ത് തരാൻ പറയാം. അപ്പോൾ രവിയും പറയാം, കൊടുത്തേ ചന്ദ്രേ, നീ അത് പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, രേവതി മോളുടെ സ്വർണം നീ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ടേ, ഇല്ല ഞാൻ കൊടുക്കില്ല എന്ന് പറയാം. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഇവർ നിർബന്ധിക്കുമ്പോൾ എന്നാൽ കൊണ്ടുപോകും, എന്താണെന്ന് വെച്ചാൽ കാണിക്ക് എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മുക്കുപണ്ടമാണെന്നുള്ള കാര്യം സച്ചിയും രേവതിയും ഒന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ അവർക്ക് സന്തോഷമാവും, അവർ മനസ്സിൽ വിചാരിക്കുക കേട്ടോ, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ആ പണം വാങ്ങിയിട്ട് വണ്ടി എടുക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ അവരതും എടുത്ത് പോവുക.
അപ്പോഴേക്കും നമ്മുടെ ചങ്കിടിക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഉടനെ തന്നെ സുധിയെ വിളിക്കുക. എടാ സുധി, ആകെ മൊത്തം പ്രശ്നമായടാ. ആ രേവതി അവളുടെ സ്വർണം ചോദിച്ചു വന്നു, അത് ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സുധി പറയും, അമ്മേ അത് മുക്കുപണ്ടമല്ലായിരുന്നോ? അതിനെ അവർ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാൻ പോകുമ്പം മുക്കുപണ്ടാന്ന് അറിയില്ലേ? എടാ അറിഞ്ഞെങ്കിൽ അറിയട്ടെ, അവരത് മാറ്റിയതാന്ന് പറയാം. രേവതി അത് മാറ്റി സ്വർണം മുക്കുപണ്ടാക്കിയതാന്ന് നമുക്ക് തിരിച്ചു പറയാം. അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? കൊടുക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് നോക്കിയതാ, പക്ഷെ ഒരു രക്ഷയില്ല. നിൻ്റെ അച്ഛനും ആ സച്ചിയും എനിക്ക് സമാധാനം തന്നില്ല, അതുകൊണ്ട് ഞാനത് എടുത്ത് കൊടുത്തു എന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അതേസമയം രേവതിയും സച്ചിയും കൂടെ സന്തോഷത്തിൽ പോവുക കേട്ടോ സ്വർണ്ണക്കടയിലേക്ക്. ഇത് കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ വിറ്റിട്ട് വേണം നമുക്ക് പണം വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. അങ്ങനെ അവർ അതും കൊണ്ട് സ്വർണ്ണക്കടയിൽ ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ സ്വർണം ഇപ്പം നല്ല വിലയുണ്ടല്ലോ, എത്ര രൂപ കിട്ടും എന്ന് പറയണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് തൂക്കി നോക്കട്ടെ, എത്ര രൂപ കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഒരു 10 ലക്ഷം രൂപ കിട്ടും എന്ന് പറയാം. അപ്പോഴേക്കും സച്ചി പറയാം, 10 ലക്ഷം രൂപ കിട്ടും, അപ്പം ഞങ്ങൾ 10 ലക്ഷം രൂപയുടെ സ്വർണം ഇവിടെ കൊണ്ട് തരിക അല്ലേ? എന്നാൽ പെട്ടെന്ന് ആയിക്കോട്ടെ, ആ സ്വർണം എടുത്തിട്ട് ഒരു 10 ലക്ഷം രൂപ ഇങ്ങോട്ട് താ എന്ന് പറയാം. അപ്പോൾ അവർ പറയാം, അവിടെ നിൽക്കുക സാറേ, ഇതൊന്ന് തൂക്കി നോക്കണം, അതുപോലെ തന്നെ ഇതൊന്ന് ഉരച്ച് നോക്കണം സ്വർണ്ണമാണോ എന്നുള്ള കാര്യം, അതുകൊണ്ട് പ്യൂരിറ്റിയൊക്കെ നോക്കട്ടെ എന്ന് പറയാൻ. അപ്പം സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വിശ്വാസം ഇല്ലാത്തേ? ഞങ്ങൾ സ്വർണ്ണം അല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ കൊണ്ട് തരുമോ? പ്യൂരിറ്റി നോക്കാൻ എന്തിരിക്കുന്നു, ഇത് ഒറിജിനൽ 916 തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം, അതേ രേവതിയുടെ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ ഇന്ന് ഡമ്പടിക്കുക. അവർ കൊണ്ടുപോയി നോക്കുക. എന്നാലും ഞങ്ങൾക്കത് നോക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും അവരൊന്നും മിണ്ടുന്നില്ല, തിരിച്ചു വരിക. എന്നിട്ട് സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പറയും, ഭയങ്കര ചൂട്, ഇച്ചിരി തണുത്ത ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ ജാട അടിച്ചിരിക്കുക. അപ്പോഴാണ് കേട്ടോ അവർ വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ പറയാം, എൻ്റെ എവിടെ പണം, എവിടെ? ഞങ്ങളുടെ സ്വർണ്ണമാണെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലല്ലോ, ഇതെന്താ പെട്ടെന്ന് വേണം, ഞങ്ങൾക്ക് പോയിട്ട് പല കാര്യങ്ങളും ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയാം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, നിങ്ങൾ ഇവിടെ വന്ന് പറ്റിക്കാൻ നിൽക്കുമായിരുന്നല്ലേ? മുക്കുപണ്ടം കൊണ്ടുവന്ന് വിറ്റ് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പണം വാങ്ങാൻ വന്നതല്ലേ? രണ്ടും കൊള്ളാമല്ലോ, കണ്ടാൽ ഇങ്ങനെ ഒന്നും തോന്നുമല്ലോ. എന്തോ ഒരു വീരസാഹസം പറച്ചിലായിരുന്നു. ചൂടാണ്, ജ്യൂസ് വേണം, എടാ ഒരു ജ്യൂസ് കൂടി അങ്ങ് കൊടുക്കടാ എന്നൊക്കെ സ്റ്റാഫിനോട് അയാൾ പറയാം. അപ്പോൾ രേവതി പറയാം, എന്താ സാറേ ഈ പറയുന്നത്? ഞങ്ങൾ കൊണ്ടു തന്ന സ്വർണം അതെവിടെ? ഞങ്ങൾക്ക് അതിൻ്റെ പണം വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പറയാം, തരാം, പണം തരാം, നിങ്ങൾ സ്വർണം കൊടുത്തന്നെങ്കിലല്ലേ പണം തരാൻ പറ്റുള്ളൂ. അപ്പോൾ സച്ചി പറയാം, നിങ്ങളെന്ത് വർത്തമാനം പറയുന്നത്? ഞങ്ങൾ അങ്ങോട്ട് സ്വർണ്ണമല്ലേ കൊണ്ടു തന്നത്, 10 പവൻ കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് പണം തരാമെങ്കിൽ നിങ്ങൾ, ഇല്ലെങ്കിൽ സ്വർണ്ണം ഞങ്ങളുടെ തിരിച്ചതാ, ഞങ്ങളെ ഇവിടെ ഇരുത്തി പറ്റിക്കാതെ. നിങ്ങൾ ഇങ്ങനെയാണല്ലേ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നോ എന്നൊക്കെ സച്ചിയും പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആരാ പറ്റിക്കാൻ നോക്കുന്നതെന്ന് നമുക്കറിയാം, ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുക മുക്കുപണ്ടം കൊണ്ട്, അത് വിറ്റ് പണം തട്ടാനായിട്ട്. പോലീസിനെ വിളിക്കാൻ ഞങ്ങൾ വിചാരിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ശരിക്കും വീട്ടിലിരുന്ന് സ്വർണ്ണം തന്നെയാണ് കൊണ്ടുവന്നത്, അത് മുക്കുപണ്ടമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ? ഞങ്ങൾ അത്തരക്കാരൊന്നും അല്ല, ഞങ്ങൾ ഒരിക്കലും ഒരു കള്ളന്മാരല്ല, ഇവിടുത്തെ ഈ കടയിലെ മുതലാളിക്ക് എന്നെ നല്ലപോലെ അറിയാവുന്ന, നിങ്ങൾ ചോദിച്ചു നോക്ക്, ഞങ്ങൾ അങ്ങനെ ഒരാൾക്കാരേ അല്ല എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, മുതലാളിയോട് ഞങ്ങൾ ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കാണ് കേട്ടോ കടയിലെ മുതലാളി വരിക. മുതലാളി വരുമ്പോൾ രേവതിയെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാകും. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, സ്വർണ്ണം വാങ്ങാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും, സാറിന് ഇവരെ അറിയാമോ? ഇവർ പെരും കള്ളനും കള്ളിയാണ്, മുക്കുപണ്ടാണ് ഇവിടെ കൊണ്ട് തന്നിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് പണം വാങ്ങാൻ വന്നിരിക്കുന്നു, എന്നിട്ട് ഇവിടെ ഇരുന്ന് തർക്കിക്കുക ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് അയാളോടെ, അതെ സാറേ, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ സ്വർണം തന്നെയാണ് കൊണ്ടുവന്നത്, മുക്കുപണ്ടം അല്ല. ഇവർ പറയുന്നു ഞങ്ങൾ കൊണ്ടുവന്നത് മുക്കുപണ്ടമാണെന്ന്. ഞങ്ങൾ അങ്ങനെ മുക്കുപണ്ടം കൊണ്ട് ഒരു സ്വർണ്ണക്കടയിൽ കയറി വരുമോ? വന്നു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയില്ലേ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് രേവതി പറയുമ്പോൾ അയാൾ പറയാ, സത്യ രേവതി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മുക്കുപണ്ടാ, എനിക്ക് രേവതിയെ നന്നായിട്ടറിയാം, അങ്ങനൊരു കാര്യം ചെയ്യുന്ന കുട്ടിയല്ല, ഈ കടയിലേക്ക് എന്നും മാല കെട്ടിത്തരുന്ന വർഷങ്ങളായിട്ട് ഇവരുടെ വീട്ടിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്കിവരെ നല്ല പരിചയമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു? രേവതി വീട്ടിലൊന്ന് പോയി നോക്ക്, ഈ കൊണ്ടുവന്നിരിക്കുന്നത് മുക്കുപണ്ടം തന്നെയാണ്, സ്വർണ്ണമല്ല. അക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ, അത് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതാണോ എന്ന് നോക്ക് എന്നൊക്കെ പറയുമ്പം സച്ചിയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, വാ രേവതി, ഇറങ്ങി വാ, പോകാം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ രേവതിയോട് ഫോൺ എടുക്കുക കേട്ടോ സച്ചി. ഫോൺ എടുക്കുമ്പോഴേക്കും രേവതി ചോദിക്കും, എന്തിനാ ഇപ്പോൾ സച്ചിയുടെ ഫോൺ എടുക്കുന്നത്, ആരെ വിളിക്കാൻ പോവാ? അല്ല അച്ഛനെ വിളിക്കട്ടെ, അമ്മ എവിടെ ഉണ്ടോ എന്ന് അറിയട്ടെ, അമ്മയല്ലേ ഈ സ്വർണ്ണം എടുത്ത് വന്നത്, അമ്മ സ്വർണ്ണം മാറ്റി മുക്കുപണ്ടം വെച്ചിട്ട് അതാ നമുക്ക് തന്നതല്ലേ, വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇപ്പം വിളിക്കേണ്ട സച്ചിയേട്ടാ, വെറുതെ വിളിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം, ആരാ നമ്മളെ പറ്റിച്ചതെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം, എന്നിട്ട് അമ്മയെ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറയാണ്.
അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ ചന്ദ്ര ഏത് രീതിയിലാണ് പറ്റിച്ചതെന്ന്, ഈ സ്വർണ്ണം എങ്ങനെയാണ് പോയതെന്നും ഒക്കെ ഉള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ചന്ദ്ര ആകെ മൊത്തം പരുങ്ങുന്നതും ശ്രുതിയായിട്ട് സംസാരിക്കുന്നതും ഒക്കെ കേൾക്കുക. അപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് കേട്ടോ, ആ പെരുങ്കള്ളൻ ശ്രുതി അവനായിരിക്കും ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, അമ്മ അവന് കൊടുത്തതായിരിക്കും, അവന് എന്തെങ്കിലും ആവശ്യം വന്നപ്പം ആ സ്വർണ്ണം കൊടുത്തിട്ട് മുക്കുപണ്ടം വച്ചതായിരിക്കും എന്നൊക്കെ ഇവർ പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ദിവസം നമ്മുടെ ശ്രുതിയെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കാരുടെ കടയിൽ സച്ചിയും കൂട്ടുകാരനും കൂടെ കയറുക. 50% ഓഫ് എന്ന് കണ്ടിട്ടാണ് കേട്ടോ വാങ്ങാനായിട്ട് കയറുന്നത്, ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. അങ്ങനെ പകുതി വിലയ്ക്ക് ഫ്രിഡ്ജ് കൊടുക്കുന്ന കടയിൽ കയറി അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസ് വന്ന് അതെല്ലാം സീൽ ചെയ്യുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതെന്താ ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നതാ, അല്ലാതെ ഒന്നും അല്ലെന്ന് പറയുമ്പോൾ പറയാം, നിങ്ങൾ സാധനം വാങ്ങാൻ വന്നതാണോന്ന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ്? ഏതായാലും ഈ പെരുങ്കള്ളന്മാർ ഇവന്മാരെ പോലെ തന്നെ നിങ്ങളും കള്ളന്മാരായിരിക്കും, ഏതായാലും സ്റ്റേഷനിലേക്ക് വാന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടുകാരനെയും കൊണ്ടുപോവുക. അങ്ങനെ ഒരു ദിവസം അവർ ലോക്കപ്പിൽ കിടക്കുകയാണ് കേട്ടോ. ലോക്കപ്പിൽ കിടക്കുന്ന സമയത്താണ് ഈ പറ്റിക്കപ്പെട്ടവരെല്ലാവരും വന്ന് പരാതി പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ വന്നിട്ട് പരാതി പറയുക. ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ 10 ലക്ഷം രൂപ ഇവർ പറ്റിച്ചു, എൻ്റെ ഫർണിച്ചറെല്ലാം ഇവർ കൊണ്ടുപോയി, എൻ്റെ കടയിലെ TV, ഫ്രിഡ്ജ്, മിക്സി ഇതെല്ലാം അവർ കൊണ്ടുപോയി, എന്നിട്ട് ഇത്രയും രൂപ എനിക്ക് നഷ്ടം വന്നു, ഞാൻ ലോൺ അടയ്ക്കേണ്ട ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി പറയും. നമ്മുടെ സച്ചി കേൾക്കുക. സച്ചിയെ കാണുന്നില്ല കേട്ടോ നമ്മുടെ ശ്രുതി. ഇതെല്ലാം സച്ചി വീഡിയോ എടുക്കുന്നുമുണ്ട് കേട്ടോ ശ്രുതിയുടെ പറച്ചിലൊക്കെ. അപ്പോഴേക്ക് സച്ചിക്ക് കാര്യം പിടികിട്ടുക, ഇവൻ ഇത്രയും രൂപ ബിസിനസ്സിൽ നഷ്ടം വന്നു, ലക്ഷങ്ങൾ. ഈ ലക്ഷങ്ങൾ നികത്താൻ വേണ്ടിയിട്ടായിരിക്കും രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ട് പോയത്, അമ്മ അത് കൊടുത്തു വിട്ടതായിരിക്കും, അത് വിറ്റിട്ടായിരിക്കും ഇവൻ കടം വീട്ടിയത്. ഇപ്പം കാര്യം പിടികിട്ടിയെന്ന് സച്ചിക്ക് മനസ്സിലാകുക. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം സച്ചിയൊക്കെ വിടുക കേട്ടോ. മറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കും, ഇവർ നിങ്ങളെ പറ്റിച്ചവരുടെ കൂട്ടത്തിലുണ്ടോയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇല്ല, ഇവരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയൊക്കെ വിടുക. അങ്ങനെ സച്ചി ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സച്ചിയുടെ കയ്യിൽ ഈ ഫോണുണ്ടല്ലോ. അപ്പോൾ സച്ചി ഈ റെക്കോർഡ് ചെയ്തതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ, TV യിലിട്ടിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പം ഇത് കാണുമ്പോഴേക്കും ഉടനെ സച്ചി ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഇവള് പോലും അറിയുന്നില്ല കേട്ടോ, ശ്രുതി പോലും അറിയുന്നില്ല ഈ വിവരം. ശ്രുതി ചോദിക്കുക, ഇതെന്താ ശ്രുതിക്ക് ഇത്രയും രൂപ നഷ്ടം വന്നിട്ട് എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ ഒന്ന് പറയാം, അത് എന്നെ അവർ പറ്റിച്ചതാണ്, ഇത്രയും രൂപ ഇത്രയും വലിയൊരു ബിസിനസ് ആയിരിക്കുമെന്ന് വെച്ച് ഞാൻ ഒപ്പിട്ടു, ഞാൻ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു, അവർ കുറേ ക്യാഷും തന്നിട്ട് പോയി, തന്ന ക്യാഷ് മുഴുവൻ കള്ള നോട്ടായിരുന്നു, പല കടകളിലും കയറി ഇതുപോലെ പറ്റിക്കുന്ന പരിപാടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും ലക്ഷം രൂപ കടം വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തല്ലേ കാര്യങ്ങൾ ചെയ്തത്. ആ സമയമായപ്പോൾ ലോൺ അടച്ചില്ലെങ്കിൽ കട വന്ന് സീൽ ചെയ്യുമെന്ന് ബാങ്കുകാർ പറഞ്ഞു, സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്തൊരു നാണക്കേടാ, ഒരു ബിസിനസ് തുടങ്ങിയ ഉടനെ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക, എന്നിട്ട് എന്തുകൊണ്ടാണ് ശ്രുതി എന്നോട് പറയാതിരുന്നത്? എനിക്ക് ശ്രുതിയോട് പറയാൻ നാണക്കേടായിരുന്നു. ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയില്ലേ, ഞാൻ കഴിവ് കെട്ടവനാണെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എന്നോട് പറയല്ലേ, പല പ്രാവശ്യവും അത് പറയാറില്ലേ ഒരു ബിസിനസ്സിൽ ഞാൻ വിജയിക്കാതെ വരുമ്പം. അതുകൊണ്ട് ശ്രുതിയോട് ഞാൻ പറയാതിരുന്ന. അമ്മയോട് ഞാൻ ചോദിച്ചു കുറച്ച് പണം തരാമോ എന്ന്. അപ്പോൾ അമ്മയെ പറഞ്ഞത് രേവതിയുടെ സ്വർണം അലമാരിയിൽ ഇരിപ്പുണ്ട്, അത് തൽക്കാലം എടുത്തിട്ട് പോയി വിൽക്കാൻ. അങ്ങനെ എടുത്തുകൊണ്ട് പോയി വിറ്റതാ. അതിനു പകരം ഞാനും അമ്മയും കൂടി മുക്കുപണ്ടം വാങ്ങി അവിടെ വെച്ചതാ. രേവതി ഏതായാലും ഈ സ്വർണ്ണമൊന്നും ആവശ്യപ്പെടുകയല്ലെന്നാണ് ഞങ്ങൾ ഓർത്തത്. വല്ല കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ചോദിക്കുമ്പോൾ മുക്കുപണ്ടം ഇട്ടോണ്ട് പോയാലും മതിയല്ലോ എന്ന് വിചാരിച്ചാ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ഒറ്റ അടി കൊടുക്കുകയാണ് നമ്മുടെ രവി. സൂതിക്കട്ടെ, എടാ കള്ള, ഇത്രയും രൂപ നഷ്ടം വരുത്തി വെച്ചിട്ട് കഴിവ് കേട്ടവനെ, നീ രേവതിയുടെ സ്വർണ്ണം എടുത്തോണ്ട് പോയി വിറ്റാണോടാ നിന്റെ കടം വിട്ടുന്നത്? നിന്റെ ഭാര്യയുടെ സ്വർണ്ണം വാങ്ങിക്കൊണ്ട് പോയി വിൽക്കാൻ മേലായിരുന്നോടാ? അതിന് കൂട്ടു നിൽക്കാൻ ഇവിടെ ഒരുത്തി രേവതിയുടെ സ്വർണ്ണം എടുത്ത് നീ എന്തിനാടി ഇവന് കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, അത് ഞാൻ അവനൊരാവശ്യം പറഞ്ഞപ്പം ഇപ്പം അലമാരി വെറുതെ ഇരിക്കല്ലേ, അത് അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഓഹോ, വീട്ടിൽ നീ അത് തന്നെയാണ് പറയുന്നത്, ചെയ്തത് തെറ്റാന്ന് സമ്മതിക്കാൻ നിനക്ക് പറ്റില്ലല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രവി പറയാം, നീ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അച്ഛാ വഴക്കുണ്ടാക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ സുധിയുടെ ആവശ്യത്തിന് സ്വർണ്ണം എടുത്തിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നോടൊന്ന് പറയായിരുന്നു, ഞങ്ങൾക്ക് ആ മുക്കുമണ്ടം തന്ന് സ്വർണ്ണക്കടയിലേക്ക് വിടണ്ടായിരുന്നു അമ്മ, അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങളെ നാണം കെട്ടില്ലേ അവരുടെ മുമ്പിൽ, അവർ നല്ലവരായതുകൊണ്ടാണ് പോലീസിനെ വിളിക്കാതിരുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ, അതെങ്കിലും അമ്മയൊന്ന് ഓർത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയാം, എന്തിനാടി നീ എന്നെ ചോദ്യം ചെയ്യുന്നത്? നിന്റെ മുക്കാ ചക്രത്തിൻ്റെ സ്വർണ്ണം എടുത്തതിനാണോ നീ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നത്? നാണം കെട്ടവളെ, നിന്റെ വീട്ടിൽ നിന്ന്
തന്നോ വല്ല ആണോടി ഇത്? ഞാൻ ചിലപ്പം ചെയ്യും, ഇതിൻ്റെ അപ്പുറം ചെയ്യും. നീ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. നിൻ്റെ ഒരു സ്വർണ്ണം ഒരു കുന്തോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കയ്യെ കിടന്ന് വളയെല്ലാം ഊരി രേവതിയുടെ മുഖത്തേക്ക് എറിയാണ് കേട്ടോ ചന്ദ്ര. ഇതാ നീ പെറുക്കി എടുത്തോണ്ട് പോയി തിന്ന് നിന്റെ സ്വർണം. ഇനി ഇതിൻ്റെ പേരിൽ നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്, നാണം കെട്ടവളെ എന്ന് പറയുക. അപ്പം ഇത് കാണുമ്പോൾ ഈ വലിച്ച് മുഖത്തേക്ക് എറിയുമ്പോഴേക്കും നമ്മുടെ രവിക്ക് ഇത് കാണുമ്പോൾ ദേഷ്യം വരിക. അപ്പോൾ രവി പറയാ, ചന്ദ്രേ നീ എന്താ കാണിച്ചത്? സ്വർണ്ണമാണ് നീ വലിച്ചെറിഞ്ഞത്, അത് രേവതി മോളുടെ മുഖത്തേക്ക്. നീ എന്ത് വൃത്തികേടാണ് കാണിച്ചതെന്നറിയോ? ഇതുപോലൊരു ദുഷ്ട പിശാച് നീ എനിക്കിനി കാണണ്ട. നീ എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് പറയാ, നിന്നെപ്പോലൊരു ദുഷ്ട പിശാചിനെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. നീ എൻ്റെ കൺമുന്നിൽ നിന്നൊന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇത്രയും എല്ലാവരുടെയും മുമ്പിൽ അങ്ങ് നാണം കെട്ടില്ലേ. അപ്പം ചന്ദ്ര കയറിയിട്ട് മുറി കയറി വാതിലടച്ച് കുറ്റിയിട്ട് അങ്ങ് ഇരിക്കുക. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഒന്നും വരാതെ അവിടെ ഇരിക്കുക. രവിയാണെ പറയാ, അവളവിടെ ഇരിക്കട്ടെ, ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ എന്ന് രവിയും പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്